എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരൊക്കെ അബുദാബിയിലുള്ള എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തിനാണ് യൂസ്ഡ് കാർ വാങ്ങിക്കണം, പുതിയൊരു വണ്ടി വാങ്ങിച്ചൂടെ, മീൻസ് അതല്ലേ ബെറ്റർ. EMI അടയ്ക്കാനുള്ള ബാക്കപ്പ് ഒക്കെ ഉള്ള ആൾക്കാർ പുതിയ വണ്ടി എടുക്കട്ടെ, അവരെടുത്താലേ നമുക്ക് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ സാർ ഇതെന്താ വില എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് 1,25,000, ബുള്ളറ്റിന് 1 ലക്ഷം. അപ്പോൾ ഞാൻ അങ്ങനെ അത് 1,20,000 രൂപ കൊടുത്തിട്ട് ആ വണ്ടി കൊണ്ടുവന്നു. നമ്മളുടെ വണ്ടി ഓടിയാലും ഓടിയില്ലെങ്കിലും നിങ്ങൾക്ക് സർവീസ് ചെയ്യണം, ഈ EMI അടയ്ക്കണം. EMI എന്താണെങ്കിലും നമുക്ക് അടയ്ക്കാതിരിക്കാം. അപ്പം അതൊരു മാസത്തിൽ 2 ദിവസം 3 ദിവസം പോകാൻ. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു 30 lakhs ഒക്കെ ഒരു XUV എടുത്തിട്ടിട്ട് 150,000 കിലോമീറ്റേഴ്സ് നിങ്ങൾ 15 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ഓടിയൊരു ഫോർച്യൂണറിന് നിങ്ങൾക്കിപ്പോൾ എന്ത് റേറ്റാണ് കിട്ടുന്നത്? എല്ലാവരും സഫാരിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ പറയണത് കാരണം എന്താ പറഞ്ഞാൽ, പുതിയൊരു വണ്ടി എടുത്താൽ എനിക്ക് ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് തന്നെ അത്രയും അതിനേക്കാളും കൂടുതലാവും. 18 എടുത്ത വണ്ടിയാണ്, 19 എടുത്ത വണ്ടിയാണ്, അതിപ്പോൾ 90,000 കിലോമീറ്റേഴ്സ് ആയി. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എടുക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ വാഹനം ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ, ഇപ്പം ഫോർച്യൂണറും ടൊയോട്ടയുടെ വാഹനങ്ങളൊക്കെയാണ് കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നത്. ഇപ്പം ടാറ്റയുടെ വാഹനം അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വില, രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ, അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ ഒരു യാത്രാ ചെലവുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനോടൊപ്പം ഇദ്ദേഹം ഒരു വാഹനപ്രാന്തനാണ് എന്ന് പറയാം. അപ്പം അദ്ദേഹം കുറേ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ എടുത്തത് എന്തിൻ്റെ ബേസിസിലാണ്? അപ്പം നിങ്ങൾ ഒരു വാഹനം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ബേസിസ് ചെയ്ത്, അതായത് നമ്മൾ ഇൻകം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണമല്ലോ കാര്യങ്ങൾ ചെയ്തത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് അപ്പോൾ താങ്കൾ ഒരു വാഹനം ചൂസ് ചെയ്തപ്പോൾ? എല്ലാവർക്കും ഒരു അഡ്വൈസ് ആയിട്ടല്ല, പക്ഷേ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിന്നിട്ട് ഞാനത് പറയാം. എൻ്റെ ഒരു സാഹചര്യം. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു വണ്ടി എടുക്കുമ്പോൾ ഞങ്ങൾ എസ്റ്റീം ആയിരുന്നു ഫസ്റ്റ് എടുത്തത്. അപ്പം നമ്മുടെ അതും ഒരു യൂസ്ഡ് വണ്ടിയാണ് എടുത്തത്. 2007 മോഡലായിരുന്നു അത്. ഞങ്ങൾ എടുക്കുമ്പം എനിക്കൊരു 1 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ എനിക്കൊരു കാർ വേണമായിരുന്നു. അപ്പോൾ ആ 1 ലക്ഷം രൂപയ്ക്ക് എൻ്റെ അടുത്തുള്ളൊരു ഓപ്ഷൻ ഞാനൊരു ക്ലാസിക് 350 എടുക്കുക, അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു, ഒരു കാർ എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 350 ആയിരുന്നു എൻ്റെ പ്രിഫറൻസ്. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി ഓണറിൻ്റെ വീട്ടിൽ പോകുന്നു. ഒരു SBIയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മാനേജറിൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ ക്ലാസിക് 350 നോക്കാനായിട്ട് ഞാൻ മൂപ്പരുടെ അവിടെ ചെന്നപ്പോൾ മൂപ്പരുടെ ഷെഡിൽ കിടക്കുന്ന ഒരു വണ്ടിയായിരുന്നു ഇത്. 22,000 കിലോമീറ്റർ ഓടിയ 2007 മോഡൽ ST. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് മൂപ്പരുടെ അടുത്ത് ചോദിച്ചു, അങ്ങനെ സാർ ഇതെന്താ വില എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് 1,25,000, ബുള്ളറ്റിന് 1 ലക്ഷം. അപ്പോൾ ഞാൻ അങ്ങനെ അത് 1,20,000 രൂപ കൊടുത്തിട്ട് ആ വണ്ടി കൊണ്ടുവന്നു. അത് ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു ലോൺ എടുത്തൊരു വണ്ടി വാങ്ങിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്തു, ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു 15 ലക്ഷം 18 ലക്ഷം രൂപേൻ്റെ ഒരു SUV എടുത്തിട്ട് അടുത്ത ഒരു 5 വർഷക്കാലം നമ്മൾ ആ പേയ്മെൻറ്റ് അടച്ചു പോകുക എന്നുള്ളതാണ്. നമ്മളുടെ വണ്ടി ഓടിയാലും ഓടിയില്ലെങ്കിലും നിങ്ങൾക്ക് സർവീസ് ചെയ്യണം, ഈ EMI അടയ്ക്കണം. EMI എന്താണെങ്കിലും നമുക്ക് അടയ്ക്കാതിരിക്കാം. അപ്പം നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ നമുക്ക് നാളെ അല്ലെങ്കിൽ ഒരു 5 മാസം 6 മാസം കഴിയുമ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്, നമ്മളൊക്കെ പുറത്താണ്, ജോലിയാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മൾ പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ലയബിലിറ്റി എടുക്കുന്നതിന് മുന്നേ എല്ലാവരും അതൊന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ശരിയാണ്, തലവേദനകളില്ല, ഈസിയാണ്, പ്രോസസ്സ് എല്ലാം ഈസിയാണ്. പക്ഷേ ആ ലയബിലിറ്റി എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അത് പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്തവരൊക്കെ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ, കാരണം എല്ലാവർക്കും വേണ്ടി പറയുന്നില്ല. പൈസയുള്ളവർ എടുക്കണം വണ്ടി. പൈസയുള്ളവർക്കും EMI അടയ്ക്കാനുള്ള ബാക്കപ്പ് ഒക്കെ ഉള്ള ആൾക്കാർ പുതിയ വണ്ടി എടുക്കട്ടെ, അവരെടുത്താലേ നമുക്ക് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. സോ അവർ വണ്ടി എടുക്കട്ടെ, പൈസയുള്ളവർ വണ്ടി എടുക്കട്ടെ. അല്ലാതെ നമ്മളൊരു സാലറീഡ് ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര വൈഡ് ഓപ്ഷൻസ് ഓഫ് വണ്ടി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. യൂസ്ഡ് വണ്ടി നമുക്ക് കാറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു 50,000 സാലറി ഉള്ള ഒരാളാണെങ്കിൽ പോലും ഒരു വണ്ടിയുടെ EMI ഒരു 20,000 ഒക്കെ വരുമ്പോൾ ആളുടെ ഒരു 50% അടുപ്പിച്ച് പോകും. അതെന്താ അറിയോ, ഇനി അങ്ങനെ ഒരാൾ വണ്ടി ഓടിക്കും കൂടെ ചെയ്യുവാണെങ്കിൽ ഒരു 5,000 6,000 അല്ലെങ്കിൽ 7,000 രൂപ ഫ്യൂവലിനും കൂടെ വരും പെർ മന്ത്. അപ്പോഴത്തേനും അത് നമ്മുടെ ഫാമിലി ബഡ്ജറ്റിനെ തന്നെ അത് ബാധിക്കും. ഇപ്പോൾ ഈ വണ്ടി ഞാൻ എടുക്കുമ്പോൾ, ഫസ്റ്റ് വണ്ടി സഫാരി എടുക്കുമ്പോൾ ഞാൻ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് എടുത്തത്. 6.5 lakhs ഞാൻ റെഡി ക്യാഷ് കൊടുത്തെടുത്തു. ആ റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി എടുത്തു, ഞാൻ സർവീസ് ചെയ്ത് വെച്ചു. ഞാൻ അബുദാബിയിൽ നിന്ന് വരുമ്പോൾ മാത്രമേ എനിക്ക് യൂസ് ഉള്ളൂ. ഞാൻ എവറി 2 months ഒക്കെ ഞാൻ വന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ ഇവിടെ നടന്നു പോകും. അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് ഞാനൊരു റെൻ്റ് കാർ എടുക്കണമെങ്കിൽ, ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വണ്ടി എടുക്കണമെങ്കിൽ എനിക്ക് 10,000 30,000 രൂപയൊക്കെ 1,200 അങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനത് അത്രയും ആലോചിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ വണ്ടി എടുത്തിട്ടു. പിന്നെ ഈ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് 3.5 ലക്ഷം രൂപേൻ്റെ അടുത്ത് എനിക്ക് പേയ്മെൻറ്റ് വന്നിട്ടുള്ളൂ.
അത് കുറച്ച് ഇങ്ങനെ വേറെ കുറച്ച് പൈസ കയ്യിലുള്ള സമയത്തായിരുന്നു ഞാനത് നോക്കിയത്. അപ്പോൾ അതും എടുക്കുമ്പോഴും നമ്മൾ റെഡി ക്യാഷ് കൊടുത്തെടുത്തു. പിന്നെ ലോൺ എടുത്തിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് EMI ഇല്ല. കമന്റ് ചെയ്യില്ലേ കേട്ടോ, അങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടായിട്ട് നിങ്ങൾ ലോൺ ഇല്ലാതെ എടുത്തു എന്ന് പറയാൻ കമന്റ് ചെയ്യില്ല. അങ്ങനെയല്ല, പറഞ്ഞ ആസ്പെക്ട്സ് നിങ്ങൾ നോക്കണം. പൈസയുള്ള ആൾക്കാർക്ക് അവർക്ക് എല്ലാവർക്കും യൂസ്ഡ് കാർ ഇഷ്ടമല്ല. മീൻസ് ഒരാൾ ഉപയോഗിച്ചൊരു വണ്ടി വേറൊരാൾ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഞങ്ങൾ എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ എന്തെങ്കിലും ഒരു പർപ്പസിനെ പോകുന്നുള്ളൂ. അതിന് ഈ വണ്ടി ഒരു വലിയൊരു വണ്ടി കൊണ്ട് നമുക്ക് പോകണം, അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അതൊരു മാസത്തിൽ 2 ദിവസം 3 ദിവസം പോകാൻ. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു 30 lakhs ഒക്കെ ഒരു XUV എടുത്തിട്ടിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുപെടുക, പിന്നെ EMI അടയ്ക്കുക, അതൊരു ലോങ് പ്രോസസ്സായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതെനിക്കത്ര ഞാൻ അതിലെത്ര കൺവിൻസ്ഡ് അല്ല. അതെ, എല്ലാവരും പേഴ്സണൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരൊക്കെ അബുദാബിയിലുള്ള അടുത്ത് പറഞ്ഞാൽ എന്തിനാണ് യൂസ്ഡ് കാർ വാങ്ങിക്കണം, പുതിയൊരു വണ്ടി വാങ്ങിച്ചൂടെ, മീൻസ് അതല്ലേ ബെറ്റർ. പുതിയ വണ്ടിക്ക് പോകണമെങ്കിൽ എൻ്റെ അടുത്ത് നഫീൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് ഓപ്ഷനാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഫോർഡ് എൻഡീവർ. ഇപ്പോൾ ഒരു SUV വേണമെന്ന് വിചാരിച്ചോ, ഫോർഡിന് കിട്ടില്ല. വണ്ടി ഉണ്ട് 25 lakhs മേലേക്ക് നോക്കിയാൽ മതി, അത്യാവശ്യം കൊള്ളാവുന്നൊരു വണ്ടി യൂസ്ഡ് എടുക്കാൻ പോകുകയാണെങ്കിൽ. ഇപ്പോൾ വണ്ടി ഇപ്പോൾ പുതുതിനെ നോക്കണ്ട, ഫോർച്യൂണർ അതിൻ്റെ വില എന്ന് പറയണത് ഓക്കെ. ഞാൻ പറയണത് ആ വണ്ടി കൊടുക്കുമ്പോൾ നമ്മൾക്ക് വില കിട്ടും, നമുക്കറിയാം. പക്ഷേ നിങ്ങളൊരു വണ്ടി വാങ്ങിക്കുന്നു, 10 വർഷം നിങ്ങളത് യൂസ് ചെയ്യുന്നു, 10 വർഷം 15 വർഷം നിങ്ങൾ യൂസ് ചെയ്തെന്ന് വെച്ചോ. ആൻഡ് നിങ്ങൾ ഒരു വർഷം ഓൺ ആൻ ആവറേജ് 10,000 kilometers ഞാൻ ഓടുന്നുള്ളൂ. ഈ വണ്ടിയും 10,000 ഓടിയുള്ളൂ, അതും അത്രേ ഓടിയിട്ടുള്ളൂ. 10,000 or 15,000 ഓടിയെന്ന് വിചാരിക്കുക. 150,000 kilometers നിങ്ങൾ 15 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ഓടിയൊരു ഫോർച്യൂണറിന് നിങ്ങൾക്കിപ്പോൾ എന്ത് റേറ്റാണ് കിട്ടുന്നത്? 25 lakhs വാങ്ങിച്ച ഫോർച്യൂണർ അന്നത്തെ 2009 വന്ന ഫോർച്യൂണർ 2010 ഇന്ന് ഒരു 9 to 10 lakhs. സോ 15 lakhs ഈ 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. 15 ലക്ഷം രൂപേൻ്റെ ഈ 2 വണ്ടി ഇത് ഇപ്പം നമുക്ക് എപ്പോൾ കൊടുത്താലും എനിക്കൊരു 5 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നുള്ളത് എനിക്കറിയാം. കാരണം 4x4 ആണ്, കേരള രജിസ്ട്രേഷനാണ്. 5 ലക്ഷം രൂപ എന്താണെങ്കിലും കിട്ടും. അത് എപ്പോൾ കൊടുത്താലും അടുത്ത ഇനി ഒരു 4 വർഷം ഉപയോഗിച്ച് കൊടുത്താലും 5 lakhs ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന പൈസ കുറച്ച് കുറയ്ക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ബാക്കി പൈസ കൊണ്ട് ഒരു മൈക്രോ എടുത്തു ലോക്കൽ യൂസിന് വെച്ചാൽ എനിക്ക് എറണാകുളത്തേക്കൊക്കെ എനിക്ക് ബിസിനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാനൊക്കെ ആയിട്ട് എപ്പോഴും കുറച്ച് ലോങ് ഇവിടെ നിന്ന് അറിയാമല്ലോ, നല്ല ദൂരമുണ്ട്, 150 kilometers ഉണ്ട് എനിക്ക് എറണാകുളത്തേക്ക്. അപ്പം അതിനൊന്നും നമുക്ക് ഇത് വെച്ചിട്ട് പോയി വരണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ മൈക്രോ ഡീസലിൽ എനിക്ക് 28 kilometers കിട്ടുന്നുണ്ട്. ആ വണ്ടി ഓൾമോസ്റ്റ് ഇപ്പോൾ 90,000 kilometer ആയി. അത് 2018 എടുത്ത വണ്ടിയാണ്, 19 എടുത്ത വണ്ടിയാണ്. അതിപ്പോൾ 90,000 kilometers ആയി. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് ഫാമിലി വണ്ടി മാത്രമായിട്ട് പല വണ്ടി പല പേർപ്പസിന് എടുത്തു വെച്ചു. അല്ലെങ്കിൽ ഒരു വണ്ടി ഒരുമിച്ചൊരു 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒറ്റ വണ്ടിയിൽ എല്ലാ കാര്യങ്ങളും നടത്തണം അല്ലേ? അത് നടക്കാൻ പാടാണ്. കാരണം നമുക്ക് ഞാനിപ്പോൾ ഇവിടുന്ന് എനിക്ക് എറണാകുളത്ത് പോയി വരാൻ ഞാൻ ഈ വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഒരു 10 kilometers ആവറേജ് നമ്മൾ എടുത്താൽ മതി. കാരണം അപ്പം 150 + 150 300 kilometer, 3000 രൂപൻ്റെ എണ്ണ നമുക്ക് അടിക്കണം. അതിലാണെങ്കിൽ എനിക്ക് 1500 രൂപൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ അയക്കാൻ പോയിട്ട് വരാം. പർപ്പസ് അനുസരിച്ച് വണ്ടി നമുക്ക് മാറി ഉപയോഗിക്കാനുള്ള വണ്ടി ഓപ്ഷൻസ് നമ്മൾ. അപ്പോൾ ആ ഫണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് 1-2 വണ്ടിയായിട്ട്. പിന്നെ ഇൻഷുറൻസിന് മാസം പൈസ വരും. ഇൻഷുറൻസിന് ഒരു വർഷം 9,000 രൂപയാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് കേട്ടോ. ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ മറ്റേ ഇപ്പോൾ ഫോർച്യൂണറിൻ്റെയൊക്കെ ഒരു വണ്ടി എടുത്തിട്ട് അതിനൊക്കെ ഒരു ഫുൾ കവർ ഇൻഷുറൻസ് പോയാൽ തന്നെ 50,000 രൂപയ്ക്ക് മേലെ ഇൻഷുറൻസ് മാത്രം വരും ഫുൾ കവർ. സോ എനിക്കത് അത്ര ഫീസിബിളായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ യൂസ്ഡ് കാറുകളിൽ തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ യൂസ്ഡ് കാർ എന്നുള്ളത് പലർക്കും ഒരു യൂസ്ഡ് കാർ എടുത്തു എന്ന് പറയുമ്പോൾ ഒരു മടി പോലെ പറയാറുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. നമ്മൾ മറ്റുള്ള ഒരാൾ എന്ത് പറയണമെന്നുള്ളതിനെ കുറിച്ചല്ല. നമ്മൾ സേഫായിട്ടിരിക്കണം. നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. പിന്നെ വണ്ടി എടുക്കുമ്പം എല്ലാവരും സഫാരിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ പറയണത് ഞങ്ങൾക്ക് സഫാരിയിൽ ഒരു ഗ്രൂപ്പുണ്ട്, മീൻസ് ക്ലബ് ഓഫ് സഫാരിയൻസ് കേരള ഗ്രൂപ്പുണ്ട്. അതിൽ 10-200 വണ്ടികളുണ്ട്. അങ്ങനത്തെ പല ഗ്രൂപ്പ്സ് ഉണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഗ്രൂപ്പ്സിലൊക്കെല്ലാം ഞാൻ ഇൻവോൾവ് ആണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഇവരുടെ അടുത്തൊക്കെ നമ്മുടെ അടുത്ത് വന്ന് വണ്ടി അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുള്ളൂ. ഈ വണ്ടി ഒരു വണ്ടി എടുത്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്?
ഇപ്പോൾ സഫാരിയാണ് 4x4 ആണ്. ഇത് 4x4 ആണെന്ന് വെച്ചിട്ട് ഞാൻ ഇനി കുന്നും മലയും മറ്റേ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി ഡ്രൈവ് ചെയ്ത് വീഡിയോ എടുക്കാനൊക്കെയാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിക്കണമെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പറയുന്ന സിമ്പിൾ ഒപ്പീനിയൻ ദയവ് ചെയ്ത് എടുക്കരുത്. മനസ്സിലായോ? പിന്നെ ഇങ്ങനെയുള്ള വണ്ടികൾ വളരെ കുറഞ്ഞ പ്രൈസിന് കിട്ടും. ഡൈക്കോർ സഫാരിൻ്റെ ഡൈക്കോറൊക്കെ വളരെ കുറഞ്ഞ പ്രൈസിന് കിട്ടും. അപ്പോൾ ആൾക്കാർ എന്തെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ആ വണ്ടി എടുക്കും. പക്ഷേ ആ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ആ വണ്ടി ഡിമാൻഡ് സംതിങ്. കാരണം വണ്ടി നമ്മൾക്ക് ആ വണ്ടിക്ക് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളില്ലേ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം കറക്റ്റായിട്ട്. പലരും മെയിൻറ്റെയിൻ ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ആ മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടികൾ വഴിയിൽ നിൽക്കും, കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും, അത് കൂടുതൽ ചിലവുകളിലേക്ക് പോവും. അതൊന്നും ഇപ്പോൾ ഈ വണ്ടി ഇതിൻ്റെ ഷോക്ക് അബ്സേഴ്സ് ഞാൻ കൊണ്ട് ഒരു പ്രാവശ്യം ചെന്ന് നോക്കിയപ്പം 2 ഷോക്ക് അബ്സർ, ഫ്രണ്ടിലൊരു ഷോക്കും ബാക്കിലൊരു ഷോക്കിലും ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ 2 എണ്ണം മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് 4 ഷോക്ക് അബ്സറും ഞാൻ മാറ്റി. അതിൻ്റെ ഒപ്പം അതിൻ്റെ ബുഷും ചേഞ്ച് ചെയ്തു. ശരി, എനിക്കൊരു എമൗണ്ട് ആയി എന്ന് പറഞ്ഞാൽ 50,000 പ്ലസ് എമൗണ്ട് ആയി. 4 ഷോക്ക് അബ്സർ മാറി, ബുഷ് മാറി, സ്റ്റിയറിംഗ് വീലിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. സോ അത് മാറി. എനിക്ക് 50,000 60,000 അടുത്ത് എനിക്ക് എമൗണ്ട് ആയി. പക്ഷേ ഞാൻ അതുപോലൊരു എക്സ്പെൻസസ് ആ വണ്ടിയിൽ ചെയ്തേക്കുന്നേ കഴിഞ്ഞ ഒരു 6 വർഷം മുന്നാണ്. വണ്ടി എടുക്കുമ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു എക്സ്പെൻസസ് ആണ് ഈ പറഞ്ഞ ഒരു 60,000 സർവീസ് ഞാൻ പറഞ്ഞില്ലേ. ആ വണ്ടി എടുക്കുമ്പോൾ ആദ്യമേ ഒരു 60,000 സർവീസ് എനിക്ക് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞാൻ മേജർ ഒരു സർവീസ് ചെയ്യുന്നത് ഈ ഒരു അടുത്തൊരു 5-6 വർഷത്തിന് ശേഷമാണ്. അപ്പം ഞാൻ ആ ഒരു 6 വർഷത്തിന് ശേഷം ഞാൻ ആ വണ്ടിയിൽ ഒരു 50,000 രൂപ എനിക്ക് അഡീഷണൽ മുടക്കേണ്ടി വരുന്നത് ഞാനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ പുതിയൊരു വണ്ടി എടുത്താൽ എനിക്ക് ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് അത്രയും അതിനേക്കാളും കൂടുതലാവും. സോ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സേഫ് അല്ലേ. നമുക്കത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട വർക്കൊന്നും അല്ല. നിങ്ങളുടെ അടുത്ത് പൈസയുണ്ടോ, ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചായിട്ട് ചെയ്യാം, നോ പ്രോബ്ലം. അതാണ് അതിൻ്റെ അങ്ങനെ കുറേ കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ. അതെ അങ്ങനെയൊക്കെ. പക്ഷെ അത് എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യില്ല. മീൻസ് ഞാനും വീട്ടിലും ഞാൻ പറഞ്ഞിട്ടാണ് യൂസ്ഡ് വാഹനം എടുത്തത്. പുതിയൊരു വാഹനം എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നൊരു വണ്ടി യൂസ്ഡ് എടുക്കാൻ. അങ്ങനെയാണ് ഡസ്റ്റർ എടുക്കുന്നത്. പിന്നെ ഡസ്റ്റർ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടല്ലോ. 1.5 ഡീസലാണ്, 110 PS ആണ്. സെയിം എഞ്ചിനാണ് അതിനകത്തും വരുന്നതെന്ന് തോന്നുന്നു. മൈക്രയിലും വരുന്നത് 1.5 ഡീസൽ. അല്ല, അത് ഇതില്ല, നിസാൻ ടെറാനോയിലായിരിക്കും ചില ഉദ്ദേശിച്ചത്. ചിലപ്പോൾ സണ്ണിയിലും മൈക്രയിൽ സണ്ണിയിലും സെയിം എഞ്ചിനാണ്. ഓക്കെ, മൈക്ര അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. നല്ല ടർബോ, നന്നായിട്ട് എടുത്ത് പോകും. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് സഫാരി സ്റ്റോം എന്നല്ല, നമുക്കൊരു വാഹനം വാങ്ങിക്കുന്ന ഒരു കൾച്ചർ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. പുറം രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാവരും യൂസ്ഡ് വാഹനങ്ങൾ എല്ലാവരും ചൂസ് ചെയ്യും. നിഷ്പ്രയാസം എല്ലാവരും അവിടെ ചൂസ് ചെയ്യും. കാരണം ഇവിടെ നമ്മൾ യൂസ് കൾച്ചർ ആയി വരുന്നുണ്ട്. പക്ഷേ അല്ല, ഇനി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അവിടെയും അതും ഇതൊക്കെയല്ല. എന്താ പറയുക, ഇപ്പം നമ്മളൊരു വണ്ടി ഇനി എടുക്കാൻ പോകുന്ന ഒരു SUV റേഞ്ചിലേക്ക് നമ്മളൊരു വണ്ടി നോക്കുമ്പോൾ നമ്മളുടെ ഫ്രണ്ടിലുള്ള ഇപ്പോൾ വരുന്ന ഒരു ടാറ്റ സഫാരി ആണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ 22 lakhs പ്ലസ് എബോവിലാക്കിയാണ് വരുന്നത്. ഇപ്പോൾ ടാറ്റാൻ്റെ റീസെയിൽ വാല്യൂ ഒക്കെ അതുപോലെ വണ്ടികൾക്ക് എനിക്ക് തോന്നുന്നു കൂടി എന്നാണ് എൻ്റെ നമ്മളൊരു കണക്കുള്ളത്. കാരണം ഇപ്പോഴത്തെ ഹാരിയർ ആണെങ്കിലും സഫാരി കുറച്ച് കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് ഇതുപോലെ ഒരു 5 to 6 lakhs, ഒരു 7 lakhsൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊരു നല്ലൊരു വണ്ടി കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. പിന്നെ ഡസ്റ്റർ നല്ല വണ്ടിയാണ്. ഞാൻ നിൻ്റെ വണ്ടി കണ്ടായിരുന്നു. ഡസ്റ്റർ നല്ല, പക്ഷേ നമുക്കൊരു ഞങ്ങൾ ഇച്ചിരി വലിയൊരു ഫാമിലിക്ക് അത് സൂട്ട് ആവില്ല. 5 സീറ്റർ അല്ല ശരിക്കും, 4 സീറ്റർ. അതെ 5 സീറ്റർ പേരുണ്ടെങ്കിലും നടുക്കിരിക്കാനൊന്നും. അതെ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റി. യൂസ്ഡ് വാഹനം എടുക്കുന്നതിൻ്റെയും അതുപോലെ വാഹനങ്ങൾ ചൂസ് ചെയ്യുന്നതിൻ്റെയും ഡൽഹിയിൽ പോയി വാഹനം എടുത്തുകൊണ്ട് വന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മൾ ഇതുപോലെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് പുതിയ വാഹനങ്ങളുടെ യൂസ്ഡ് വാഹനങ്ങളുടെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അപ്പം ചാനൽ മുടങ്ങാതെ കാണുക. നമ്മൾ പുതിയ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.